സൺഡേ സ്കൂൾ 10ാം ക്ലാസ് ഓൺലൈൻ ക്ലാസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസിന്റെ 20ാമത്തെ പാഠമായ വിശുദ്ധ സഭയെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു തലയും രക്ഷിതാവുമായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെയാണ് സഭ എന്ന് പറയുന്നത്. ആദാമിന്റെ കാലഘട്ടം മുതൽ യേശു ക്രിസ്തുവിന്റെ കാലം വരെ ജീവിച്ച വിശ്വാസികളുടെ സമൂഹമായ പഴയ നിയമസഭ യേശുക്രിസ്തു സ്ഥാപിച്ച് അപ്പോസ്തലന്മാരാൽ പരിപാലിച്ചു വളർത്തപ്പെട്ട പുതിയ നിയമസഭ എന്നിങ്ങനെ സഭയെ നമുക്ക് രണ്ടായി വിഭജിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഴയ നിയമ പുതിയ നിയമ സഭകളെ കുറിച്ചും സഭയുടെ ലക്ഷണങ്ങൾ, സഭയുടെ കടമകൾ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും പഠിക്കുന്നത്. ക്രിസ്തുവിന്റെ മണവാട്ടിയായ, ക്രിസ്തുവിന്റെ ശരീരമായ, ദൈവത്തിന്റെ മന്ദിരമായ സഭയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കായി എടുക്കുന്നത് 1992-98 കാലയളവിൽ MJSSA മണ്ണർകാട് ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടറായും 98-2002 കാലയളവിൽ കോട്ടയം ഭദ്രാസന ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച തിരുവഞ്ചൂർ സൗത്ത് സൺഡേ സ്കൂൾ അധ്യാപകൻ, മണ്ണർകാട് കത്തീഡ്രൽ സഹവികാരി, ശിരവത്രയിൽ വന്നിയ ആൻഡ്രൂസ് കോർപ്പിസ്കോപ്പിയാണ്. അച്ഛന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ദിവ്യ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ, അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ അപ്പോസ്തോലിക സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാഴള്ളുന്ന പിതാക്കന്മാരുടെ പിതാവും ഇടയന്മാരുടെ ഇടയനുമായ മൊറാൻമോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാവായുടെ തൃപ്പാദത്തിങ്കൽ മണ്ണർകാട് വിശുദ്ധ മർത്തമറിയാം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന MJSSAയുടെ മണ്ണർകാട് ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഭക്തി, ബഹുമാന, ആദരവുകൾ സവിനയം തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. MJSSAയുടെ കീഴിൽ മണ്ണർകാട് ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെയായി അതിൻ്റെ പഠന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സൺഡേ സ്കൂളിൻ്റെ 10ാം ക്ലാസ്സിൽ പാഠഭാഗം 20 ക്രമീകരിച്ചിരിക്കുന്ന വിശുദ്ധ സഭ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കി കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഇന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായ അറിവുകൾ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഓൺലൈനായി സൺഡേ സ്കൂൾ പാഠപദ്ധതികൾ വിവരിച്ചു കൊടുക്കുവാൻ സാധിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അവിടുത്തെ പരിശുദ്ധ സഭയെക്കുറിച്ച് നിന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് ബലഹീനനായ അടിയനും അവയെ കേട്ട് ഉൾക്കൊള്ളുവാനുള്ള ആത്മീയ നയനങ്ങൾ ഇത് കേൾക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ മാനത്തിനും മഹത്വത്തിനുമായി തീരണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. സൺഡേ സ്കൂളിൻ്റെ 10ാം ക്ലാസ് പാഠം 20 വിശുദ്ധ സഭ. വിശുദ്ധ സഭ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വീണ്ടെടുപ്പുകാരനും സഭയുടെ തലയുമായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തെയാണ് സഭ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ചർച്ച് എന്നും സുറിയാനിയിൽ ഈത്തോ എന്നും പേർ പറഞ്ഞു വരുന്നു. ഈ സഭ പ്രധാനമായി രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമസഭ, 2 പുതിയ നിയമസഭ. പഴയ നിയമസഭ എന്ന് പറയുന്നത് നിഴലും പുതിയ നിയമസഭ എന്ന് പറയുന്നത് പൊരുളും ആണ്. അതായത് നാം ഇന്ന് കാണുന്നതായ, ദൃശ്യമായി കാണുന്നതായ സംഗതികളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു പഴയ നിയമസഭ. പഴയ നിയമസഭയിൽ കുറവുള്ളതിനെ പരിഹരിക്കുവാനായിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും പുതിയ നിയമസഭ സ്ഥാപിക്കുകയും ചെയ്തത്. പഴയ നിയമസഭ എന്ന് പറയുമ്പോൾ ആദാം മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടം,
അഥവാ BC, ബിഫോർ ക്രൈസ്റ്റ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശ്വാസികളുടെ സമൂഹത്തെയാണ് പഴയ നിയമസഭ എന്ന് പറയുന്നത്. പഴയ നിയമസഭ ആരംഭിക്കുന്നത് ആദാമിലാണെങ്കിൽ പോലും അതിന് വ്യക്തമായ ഒരു രൂപവും ഭാവവും കൈവരിക്കുന്നത് അബ്രഹാമിലൂടെയാണ്. അതുവരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അബ്രഹാം മുതൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നാം അവിടെ കാണുന്നുണ്ട്. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുരാതന കലയായ പരിചമുട്ടുകളിൽ ഇങ്ങനെ ഒരു പാട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവചരാചരങ്ങൾ നിറഞ്ഞൊരി ഉർവിതലം രചിച്ചേ തത്തിന്താം സർവേശൻ നൽകി മുന്നം ആരാമീനായി അത്യന്തം പ്രീതിപൂർവം തത്തിന്താം ആരത്തിൻ സന്തതികൾ വർദ്ധിച്ചതീ പാപികളായി തീർന്നേ തത്തിന്താം നോഹിൻ കുടുംബമെന്നേ മുഴുവനും വെള്ളത്തിൽ മുങ്ങിച്ചത്തേ തത്തിന്താം നോഹിന്റെ സന്തതികൾ ഉലകത്തിൽ വർദ്ധിച്ചു വന്നവരിൽ തത്തിന്താം അബ്രഹാം എന്നൊരുവൻ വിശ്വാസികൾ കാഥ്യനാരാധനീയൻ തത്തിന്താം. അബ്രഹാം എന്ന ഒരു മനുഷ്യനെ യഹോവയായി ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അവനോട് ആവശ്യപ്പെടുന്നു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. അബ്രഹാം യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ, ഒരു തടസ്സവാദം ഉന്നയിക്കാതെ പുറപ്പെടുകയാണ്. ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു അവന്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇങ്ങനൊരു വാഗ്ദാനം നൽകുന്നത് നോഹിനോ ആദാമിനോ ഒന്നും കൊടുത്തിരുന്നില്ല, അബ്രഹാമിനാണ് കൊടുത്തത്. അതുപോലെ തന്നെ 100 വയസ്സായിട്ടും മക്കളില്ലാതെ യഹോവയോട് പരിഭവിക്കുമ്പോൾ യഹോവയായ ദൈവം അവനോട് പറയുന്നുണ്ട്, ഉൽപ്പത്തി 15:5, പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോൾ ഒരു വരുവാനിരിക്കുന്ന വലിയൊരു ജനസമൂഹത്തിന്റെ പിതാവായിട്ട് നാം അദ്ദേഹത്തെ വിളിക്കുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എന്ന്. പിതാവായിട്ട് അബ്രഹാമിനെ യഹോവയായി ദൈവം തിരഞ്ഞെടുത്തു, ആയുധനായി വേണ്ടി ആക്കി വെച്ചു. അഥവാ പഴയ നിയമസഭയുടെ ഒരു വ്യക്തമായ ചരിത്രം ആരംഭിക്കുകയാണ്. അപ്രകാരം യഹോവയായ ദൈവം വാഗ്ദാത്ത പ്രകാരം അബ്രഹാമിന് ഒരു മകനെ നൽകി, അവന് ഇസഹാക്ക് എന്ന് പേരിട്ടു. ഇസഹാക്കിന് 2 മക്കളുണ്ടായി, ഏശാവും യാക്കോബും. യാക്കോബിന് 12 മക്കൾ, രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ തുടങ്ങി യൗസെഫ്, ബെന്യാമീൻ വരെ 12 പേര്. ഇതിനിടയ്ക്ക് യാക്കോബിന് ഒരു അപരനാമം ലഭിക്കുകയുണ്ടായി. യബോക് കടവിന്റെ തീരത്ത് വെച്ച് തന്റെ ഭാര്യമാരെയും മക്കളെയും തോട് കടത്തി അക്കരയാക്കിയതിനു ശേഷം ഇക്കരെ താൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ രാത്രിയിൽ ഒരു ദൈവദൂതൻ വന്ന് അവനുമായി മൽപ്പിടുത്തം നടത്തുകയും പ്രഭാതം വരെ അത് തുടരുകയും ചെയ്തു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്നുള്ള യാക്കോബിന്റെ നിർബന്ധ ബുദ്ധിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ കീഴടങ്ങി അവനെ അനുഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇന്നു മുതൽ നിന്റെ പേർ ഇസ്രായേൽ എന്നാകുമെന്ന്. അങ്ങനെ യാക്കോബിന് ലഭിച്ച അപരനാമമാണ് ഇസ്രായേൽ, അഥവാ ദൈവം നൽകിയ പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന യാക്കോബിന്റെ 12 മക്കൾ ഇസ്രായേൽക്കാർ ആരംഭിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനമാണ് പഴയ നിയമസഭയിലെ വിശ്വാസികളുടെ സമൂഹം എന്ന് പറയുന്നത്. ഈ ഇസ്രായേൽ മക്കൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാര കാലം വരെ ആ പഴയ നിയമസഭയായി വളർന്നു വരികയും യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ആ പഴയ നിയമസഭയ്ക്കൊരു അന്ത്യം കൊടുത്തുകൊണ്ട് പുതിയ നിയമസഭ ആരംഭിക്കുകയും ചെയ്തു. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ഭവിക്കുവാൻ സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന ക്രിസ്തു ഫിലിപ്പിന്റെ കൈസിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്നാണ് പറയുന്നതെന്ന്. അവര് പറഞ്ഞു, ചിലർ പറയുന്നു യോഹന്നാൻ സാബ്,
ചിലർ പറയുന്ന ഏലിയാവ്, വേറെ ചിലർ പറയുന്ന ഇരവിയാവോ മറ്റു പ്രവാചകന്മാരിൽ ഒരുവനോ എന്നൊക്കെ പല അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്. അതിരിക്കട്ടെ, അവർക്ക് എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അപ്പോൾ പത്രോസ് 12 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ബറിയോന ശീമോനെ, നീ തന്നെ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഏകിയത്. ബറിയോന ശീമോനെ, നീ തന്നെ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഏകിയത്. മേലുള്ള സ്വർഗത്തിൽ വാഴുന്ന എൻ പിതാവത്രയിരു നിനക്കേകിയത്. മേലുള്ള സ്വർഗത്തിൽ വാഴുന്ന എൻ പിതാവത്രയിരു നിനക്കേകിയത്. ഓ ശമാവോനെ, നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നരുളീശൻ. അന്ന് പണിയുമെന്നരുളീശൻ, അന്ന് പണിയുമെന്നരുളീശൻ. അങ്ങനെ പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെയാണ് പുതിയ നിയമസഭ എന്ന് വിളിക്കുന്നത്. പാപം മൂലം സാത്താന്റെ അടിമകളായിത്തീർന്ന മനുഷ്യവർഗത്തെ തൻ്റെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുത്ത കർത്താവ് അവർക്ക് വ്യത്യസ്തമായ ഒരു കൽപ്പന നൽകി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ക്രിസ്തു അവരെ സ്നേഹിച്ചത് തൻ്റെ പ്രാണൻ കൊടുത്തുകൊണ്ടാണ്, അവസാന തുള്ളി ചോര പോലും കൊടുത്തുകൊണ്ടാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു യേശുവിൻ്റേത്. ആ സ്നേഹപ്രകടനമാണ് പുതിയ സഭ മക്കളാകുന്ന നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സഭയുടെ പരിപാലനം തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിനും അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകേണ്ടതിനും താൻ തിരഞ്ഞെടുത്ത തൻ്റെ 12 അപ്പോസ്തലന്മാരെയാണ് ചുമതലപ്പെടുത്തിയത്. ഈ പരിശുദ്ധ സഭ എന്ന് പറഞ്ഞാൽ സുശക്തമായ കാവലുള്ള ഒരു സഭയാണ്. ശക്തമായ 3 കോട്ടകളാണ് ഈ സഭയുടെ ചുറ്റും ഉണ്ടായിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ശക്തമായ കോട്ടയ്ക്കുള്ളിൽ വഞ്ചകനായ സാത്താൻ കടക്കാൻ ഇടമില്ലാതെ വിധം അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു മണവാട്ടി സമേന സഭ ശോഭിക്കുകയാണ്, സഭ കാത്തു സംരക്ഷിക്കപ്പെടുകയാണ്. വിശുദ്ധ വിവാഹ ശുശ്രൂഷയുടെ കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയിൽ നാം ചൊല്ലുന്നൊരു പാട്ടുണ്ട്. പലപ്പോഴും ശുശ്രൂഷകൾ നാം പങ്കെടുക്കുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ അതിൽ ഭാഗഭാക്കാകുവാനോ പലപ്പോഴും നാം തുനിയാറില്ല. അവിടെ മറ്റു പലതിലും നമ്മൾ പങ്കെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ആത്മീയ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും നാം കാണാറുണ്ട്. എന്നാൽ ആ ശുശ്രൂഷകളിൽ പാടുന്ന പാട്ടുകൾ, പ്രാർത്ഥനകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എന്താണ് നമ്മുടെ സഭ, ഞാൻ ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ആ വിവാഹ ശുശ്രൂഷയിൽ ചൊല്ലുന്നൊരു പാട്ടാണ്, സഭയോരുന്നെന്നെ 3 കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിനുള്ളിൽ പോകീട, ബന്ധിച്ചവയാ നന്യോന്യം 3 കോട്ടകളിടയിൽ സ്ഥലമില്ലവ പാർത്താൽ താതസുതാമലറുഹായാം ഏകത്വം ത്രിത്വം മഹിമയെഴും മണവാട്ടി സമം
മധ്യമേവുന്നു ഹാലേലുയ്യ യോ ഹാലേലുയ്യ. എത്ര ശക്തമായ കാവിലാണ് സഭ കാത്തു സംരക്ഷിക്കപ്പെടുന്നത്. സഭയൂതും തന്നെ 3 കോട്ടകളാൽ ചുറ്റുന്നു. വഞ്ചകനായ സാത്താൻ ഇതിന്റെ ഉള്ളിൽ കയറാതെ വണ്ണം, ഇടമില്ലാതെ വണ്ണം കാത്തു സംരക്ഷിക്കുന്നു. താതസുതാമല റൂഹായാം ഏകത്വം ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ത്രിയേക ദൈവം 3 കോട്ടകളായി ഇതിനെ ചുറ്റുന്നു. അതിനുള്ളിൽ മണവാട്ടിയായി സഭ കാത്തു സംരക്ഷിക്കപ്പെടുകയാണ്. ഈ പരിശുദ്ധ സഭയിലെ അംഗമാണ് ഞാനും നിങ്ങളും. നമ്മൾ കാത്തു സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ ക്രിസ്തുവിന്റെ കരുത്തിന് കീഴിൽ ഒതുങ്ങിയിരിക്കുവാൻ നമുക്ക് സാധിക്കണം. പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനമായി ഉള്ളത്. ഒന്ന്, പഴയ നിയമസഭ ശാരീരികമാണ്, പുതിയ നിയമസഭ ആത്മീകമാണ്. പഴയ നിയമസഭയിലുള്ള കൽപ്പനകളെല്ലാം ശാരീരികമായി പാലിക്കപ്പെടേണ്ടതായിരുന്നു. അത് ശാബത്തിനെ ആചരിക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെ ശാരീരികമായ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ കൽപ്പനകളിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ പുതിയ നിയമസഭ പറയുന്നത് എന്താണ്? നിന്റെ വലത്തെ ചെകിട്ട് തടിക്കുന്നവൻ ഇടത്തേതുകൂടി കാണിച്ചു കൊടുക്കുക. ആത്മീയമായ ഒരു അനുഭവമാണ് അവിടെ പുതിയ നിയമസഭയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, പഴയ നിയമസഭ ഒരു വർഗത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ ഓർപ്പിച്ചു, അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനായ യാക്കോബിന് ഇസ്രായേലിന്റെ പേര് കിട്ടി. ആ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മാത്രമായിരുന്നു ആ സഭ. പ്രജാതികളായ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവർക്കൊന്നും ഈ സഭയിൽ പ്രവേശനമില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമസഭ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് തന്റെ ശിഷ്യന്മാരോട് സ്വർഗാരോഹണ സമയത്ത് പറയുന്നു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവി. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവി. അപ്പോൾ പഴയ നിയമസഭ ഇസ്രായേൽ എന്ന ഒരു വർഗത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ പുതിയ നിയമസഭ സകല ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമസഭ ന്യായപ്രമാണത്തിന് കീഴിലും ശിക്ഷണത്തിനും കീഴിലുമായിരുന്നു നയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ നിയമസഭ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനിലൂടെ ക്രിസ്തുവിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമസഭയിൽ നമ്മൾക്കുണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് ന്യായപ്രമാണം കൊടുത്തു, 10 കൽപ്പന കൊടുത്തു, അതനുസരിച്ചോണം. അതനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ അടുക്കൽ വ്യഭിചാര കുറ്റത്തിൽ കൊണ്ടുവന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നു, കർത്താവേ, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഞങ്ങൾ ന്യായപ്രമാണം വിധിക്കുന്നത് എന്ന്. അതേസമയത്ത് പുതിയ നിയമസഭ വന്നപ്പോൾ ശാബത്തിനെ ലംഘിച്ച അവസരത്തിൽ കർത്താവിനോട് പറയുന്നുണ്ട്, മനുഷ്യൻ നിയമത്തിനായിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ശാബത്ത് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവരും സ്വസ്ഥമായിരിക്കാനാ. അതിൻ്റെ ആക്ഷരികമായ അർത്ഥമല്ല, ആന്തരികമായ അർത്ഥമാണ് എടുക്കേണ്ടത് എന്ന് അവിടെ പ്രത്യേകം കർത്താവ് എടുത്തു പറയുന്നു. അപ്പോൾ പഴയ നിയമസഭ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെയും അതിന്റെ ശിക്ഷണത്തിന്റെയും വടി കൊണ്ടുള്ള അല്ലെങ്കിൽ ശിക്ഷണം കൊണ്ടുള്ള ഒരു നടത്തിപ്പായിരുന്നെങ്കിൽ പുതിയ നിയമസഭ ആത്മീയതയിലൂടെ ക്ഷമിക്കുക, സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയം, ഈ വക ആത്മീയ ഫലങ്ങളാൽ നയിക്കപ്പെടുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തതായി സഭയുടെ ഉപമാനങ്ങൾ, അഥവാ സഭയെ പലതിനോടും ഉപമിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്നാമതായി സഭയെ ഉപമിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ്. എഫെസ്യ ലേഖനം 5:22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അത് സ്പഷ്ടമാക്കുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗം, സഭ മശിഹായിക്ക് എന്ന പോലെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തെയും കീഴ്പ്പെട്ടിരിക്കണം. സഭ മശിഹായിക്ക് എന്ന പോലെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. വാഹസുഷിത്തിൽ ഒരു പാട്ടുണ്ട്, സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി
പാവന സഭ ചൊന്നിടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേൻ വന്നെന്നെ വേട്ടൊരു മണവാളൻ തന്നെ എന്നെ മാമോദീസായാൽ ആത്മീയായുധമണിയിച്ചാൽ വിരലിന്മേൽ മെയ്തങ്ങൾ മോതിരമായൻ പേർക്കേകി. സഭയെയും ക്രിസ്തുവിനെയും തമ്മിലുള്ള ഉപമയാണ്. പലപ്പോഴും സ്ത്രീകളൊക്കെ കല്യാണ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സുന്ദരികളുടെ സുന്ദരി എന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്നെക്കുറിച്ചായി പറയുന്നെന്ന്. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ്. ക്രിസ്തു പറയുകയാണ്, എൻ്റെ മണവാട്ടിയായ സഭ സുന്ദരിയാണ് എന്ന്. ആ ബന്ധമായിരിക്കണം നിങ്ങളിലും മാനുഷിക ബന്ധത്തിൽ ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ക്രിസ്തുവും സഭയുമായുള്ള ആ സ്നേഹബന്ധം, ക്രിസ്തു സ്വന്തം ജീവനെ കൊടുത്ത് സഭയെ സ്നേഹിച്ചതുപോലെ മണവാളൻ അവൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവ് തൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കണം. മറിച്ച് ക്രിസ്തുവിന് സകലത്തിലും കീഴ്പ്പെട്ടിരുന്ന സഭ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ തിരുനാമം എൻ്റെ മേൽ നിവർത്തിതമാകണമെന്ന് പറഞ്ഞുകൊണ്ട് സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം. ഈ പരസ്പര ധാരണയും ഈ ബന്ധവും നിലനിൽക്കുമെങ്കിൽ കുടുംബജീവിതം സന്തോഷകരമായി തീരും. അപ്പോൾ കർത്താവ് സഭയെ ഉപമിച്ചിരിക്കുന്നത് മണവാട്ടിയായിട്ടാണ്. 2, ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 30-ാം വാക്യം, കൊലോസ്യ ലേഖനം 1:18, 1 കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ഓരോ ശരീരത്തിനും ഓരോ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ സഭാ അംഗങ്ങൾക്കും അവരവരുടേതായ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്വം പ്രാപിക്കുവാൻ പോകുന്ന യജമാനൻ താലന്തുകൾ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഓരോരുവനും അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുത്തിട്ട് അവൻ രാജ്യത്വം പ്രാപിക്കാൻ പോയി. ഓരോരുത്തരും അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് ഞാനൊരു പുരോഹിതനായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ നിശ്ചയം. ആ പൗരോഹിത്യത്തിൽ ഞാൻ ഭംഗിയായി എൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക. മറ്റൊരാൾ അധ്യാപകനായിരിക്കാം, വേറൊരാൾ എഞ്ചിനീയർ ആയിരിക്കാം, വേറൊരാൾ ഭൂമിയിൽ പണി ചെയ്യുന്ന കൃഷിക്കാരനായിരിക്കാം. നാം ആയിരിക്കുന്ന ആക്കി വച്ചിരിക്കുന്ന രംഗങ്ങളിൽ ക്രിസ്തുവിന്റെ ശരീരമാണ് ഞാനെന്നുള്ള ആ ചിന്തയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. 3-ാമതായി ദൈവത്തിന്റെ മന്ദിരം ആയിട്ട് സഭയെ ക്രിസ്തു ഉപമിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16, 1 പത്രോസ് 2:5, നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ ചേർത്ത് പണിയപ്പെടണം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ പോലെ ചേർത്ത് പണിയപ്പെടണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ആ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവാലയം. ദൈവം വസിക്കുന്ന മനുഷ്യനും ദൈവാലയമാണ്. ദൈവം വസിക്കുന്ന സഭയും ദൈവത്തിന്റെ മന്ദിരമാണ്. ഇനി ഈ സഭയുടെ 4 ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണത്തിന്റെ 3-ാമത്തെ ഖണ്ഡികയിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കാതോലികവും സൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാതോലികവും സൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 4 കാര്യങ്ങളാണ്: കാതോലികം, സൈഹികം, ഏകം, വിശുദ്ധം. കാതോലികം എന്ന വാക്കിന്റെ അർത്ഥം സാർവത്രികം എന്നാണ്. സാർവത്രികം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചതാണ് സഭ. അതിന് കാലദേശ പരിമിതികളില്ല. ഇന്ത്യയിലൊരു സഭയെന്നോ അല്ലെങ്കിൽ അമേരിക്കയിലൊരു സഭയെന്നോ ഇങ്ങനെയില്ല. ഈ സഭയെന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു സഭയാണ്. സാർവത്രികമാണ്, ലോകം മുഴുവൻ വ്യാപിച്ചതാണ്. അതാണ് സഭയുടെ 1-ാമത്തെ ലക്ഷണമായി പിതാക്കന്മാര് ക്രോഡീകരിച്ചു വച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാമത് അത് സൈഹികമാണ്. സൈഹികം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക പാരമ്പര്യം. യേശുക്രിസ്തു പരസ്യപ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്തത് 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. അവരൊരു രാത്രി മുഴുവൻ മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു.
പ്രഭാതമായപ്പോൾ മലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. ആ ശിഷ്യന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ചെന്നു, തന്നെ അനുഗമിച്ച എല്ലാവരും അവൻ്റെ അടുക്കൽ ചെന്നു. അവരിൽ നിന്ന് അവൻ 12 പേരെ തിരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. അപ്പോൾ പിതാവുമായുള്ള സംസർഗത്തിലൂടെ ഒരു രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയതിന് ശേഷം വളരെ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് യേശു ക്രിസ്തു അവിടെ നടത്തിയത്. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. അവരെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകേണ്ടതിനും അവർ 12 വരെ തെരഞ്ഞെടുത്തു എന്ന് അവരുടെ പേരുകൾ ഓരോന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നു, അവരിൽ ഒന്നാമൻ ശീമോൻ എന്ന് വിളിക്കപ്പെടുന്ന പത്രോസ്. അപ്പോൾ പത്രോസ് ഒന്നാമനായി അവിടെ കർത്താവ് ആക്കി വയ്ക്കുകയാണ്. യേശു പ്രസംഗിക്കുകയും തൻ്റെ അപ്പോസ്തലന്മാരുടെ മാത്രം പ്രസംഗിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ജനസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 3 പേരെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒടുങ്ങയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അപ്പോൾ നോക്കി, യോഹന്നാൻ പറയുകയാണ് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇങ്ങനെ പുസ്തകം എഴുതി വെച്ചാൽ ആ പുസ്തകങ്ങളെല്ലാം ഇവിടെ വെച്ചാൽ ലോകത്തിൽ തന്നെ ഒടുങ്ങയില്ല എന്ന് പറയുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി രാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പം നോക്കണം, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു 40 ദിവസത്തിനുള്ളിൽ, അതായത് സ്വർഗാരോഹണം ചെയ്യുന്ന ആ 40 ദിവസത്തിനുള്ളിൽ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, പല കാര്യങ്ങളും ചെയ്തു. ചിലതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചിലത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിന് എന്ത് ചെയ്തു? ഈ അപ്പോസ്തലന്മാർ അവർക്ക് വിശ്വസ്തരായ ആളുകളെ അത് ഫലമേൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം, മകനെ തീമോത്തിയോസെ എന്ന് വിളിച്ചുകൊണ്ട് തീമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ ആ പാരമ്പര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ വഴിയിൽ നടക്കുവാൻ അവനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനാണ് പൗരോഹിത്യം എന്ന് നാം വിളിക്കുന്നത്. അപ്പോസ്തോലിക പാരമ്പര്യം. അപ്പോസ്തലന്മാർ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ശമ്മാസന്മാരെയും ആക്കി വെച്ചു. അപ്പോൾ സഭയില് ഈ പൗരോഹിത്യം എന്നത് അപ്പോസ്തോലന്മാരിലൂടെ അവൻ കൈമാറി. അങ്ങനെ ആ അപ്പോസ്തോലിക പാരമ്പര്യമുള്ളതായിരിക്കണം പരിശുദ്ധ സഭ. യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് പത്രോസ് അപ്പോസ്തോലൻ മുതൽ ഇന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന മോറാൻമോർ ഇഗ്നാത്തിയോസ് അപ്രൈം ദ്വിതീയൻ പാത്രികീസ് ബാവ വരെയുള്ള തുടർച്ചയായുള്ള ഒരു പാത്രികീസന്മാരുടെ ലിസ്റ്റും പേരും അവർ ഈ സഭയെ മേയിച്ച കാലഘട്ടവും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുരാതനമായ പാരമ്പര്യമുള്ള ഒരു സഭയിലെ അംഗമാണ് ഞാനും നിങ്ങളും എന്നത് മറന്നുപോകുന്നു. ഒരു പ്രാദേശിക സഭയിലെ അംഗമല്ല നമ്മൾ. പിന്നെയോ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള ആ അപ്പോസ്തോലിക കൈവയ്പുള്ള പാരമ്പര്യമുള്ള ആ പിതാക്കന്മാരുടെ ശുശ്രൂഷ ക്രമങ്ങൾ അനുഷ്ഠിക്കുന്ന, അവരുടെ വേഷവിധാനങ്ങൾ അറിയുന്ന ഒരു പൗരോഹിത്യ ശൃംഖലയാണ് യാക്കോബായ സുറിയാനി സഭയ്ക്കുള്ളത്. ഈ സഭയുടെ ശ്രേഷ്ഠത നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞതായ മറ്റു കാര്യങ്ങൾ അപ്പോസ്തലന്മാര് തൻ്റെ പിൻഗാമികളിൽ കൂടി സഭയ്ക്ക് കൈമാറി വന്നതിനെയാണ് നാം പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തക അധിഷ്ഠിതവും അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിലും ഊന്നിയതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ. മൂന്നാമത്തെ സഭയുടെ ലക്ഷണം. അപ്പോൾ സഭയുടെ ലക്ഷണങ്ങൾ: 1, കാതോലികം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചത്. 2, ശ്രൈഹികം, അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ളത്. 3, ഏകം, സഭ ഒന്നേ ഉള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ സഭയും ഒന്നേ ഉള്ളൂ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഒരു സംശയം ഉന്നയിച്ചു. ഈ ജനം എന്നെക്കുറിച്ച് ആരാണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മുന്നമേ അത് പരാമർശിച്ചിരുന്നു. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്റെ സഹശിഷ്യന്മാർക്ക് വേണ്ടി കൂടിയാണ്, തനിക്ക് വേണ്ടി മാത്രമല്ല. അവരാരും പറഞ്ഞില്ല ഞങ്ങളുടെ അഭിപ്രായം അതാണെന്നൊന്നും ആരും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ആ 12 പേർക്കും വേണ്ടി ഒരാള് ആ വിശ്വാസം അവിടെ ഏറ്റുപറഞ്ഞു. അപ്പോൾ ഒരാള് എന്നുള്ള ആ നേതൃത്വം, അതിനെ സഭയ്ക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ഏക സഭയ്ക്ക് ഏക ദൈവം, ഏക നേതൃത്വം. സഭ ഒന്നേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒരു നേതൃത്വമേ ഉള്ളൂ. ആ നേതൃത്വത്തിന്റെ കീഴിൽ ചെന്ന് അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാരിൽ നിന്ന് പൗരോഹിത്യം, അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നാണ് ഈ സഭയുടെ നിലനിൽപ്പ്. കാലദേശ വ്യത്യാസങ്ങൾക്കനുസൃതമായി ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടുണ്ടായിരിക്കാം. എന്നാലും ഇതെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഏക സഭയിലാണ്. പത്രോസ് ഏറ്റുപറഞ്ഞ ആ വിശ്വാസമാകുന്ന പാറമേൽ കർത്താവ് പറയുന്നു, ശിമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ പത്രോസ് ഏറ്റുപറഞ്ഞ ആ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായതാണ് സഭ. അതൊന്നേയുള്ളൂ, ഏക സഭയാണ്. 4ാമത്തെ ലക്ഷണം: 1 കാതോലികം, 2 ശ്രൈഹികം, 3 ഏകം, 4 വിശുദ്ധം. സഭ വിശുദ്ധമാണ്. കാരണം സഭയുടെ സ്ഥാപിതാവായ കർത്താവ് വിശുദ്ധനാണ്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ക്രിസ്തു ഈ സഭയുടെ നേതാവ് എന്ന നിലയിൽ, അഥവാ ഈ സഭയുടെ സ്ഥാപകൻ എന്ന നിലയിൽ ആ സഭ വിശുദ്ധ സഭയാണ്. ആ സഭയിലെ അംഗങ്ങളായ നമുക്കൊക്കെയും ഒരുപക്ഷെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ആ തെറ്റുകളും കുറ്റങ്ങളും പരിഹരിക്കുവാൻ തക്കവണ്ണം ആവശ്യമായ കൂദാശകൾ ക്രമീകരിച്ചിട്ടുണ്ട് തമ്പുരാൻ. കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, നീ ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തപ്പെട്ടിരിക്കും. തുടർന്ന് 12 അപ്പോസ്തലന്മാർക്കും ഈ അധികാരം നൽകുന്നുണ്ട്. എങ്കിലും ആദ്യം നൽകുന്നത് ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് പത്രോസിന് മാത്രമായിട്ടാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, ഞാൻ നിനക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നല്ല, ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എന്നാൽ അങ്ങനെ പാപമോചന ബന്ധന അധികാരം പൗരോഹിത്യത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം പൗരോഹിത്യത്തിനുണ്ട്. സ്ത്രീയെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ ക്രിസ്തു തന്നെയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവരുടെ മേൽ മൂതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞയക്കുന്നത്. അപ്പോൾ പിതാവാം ദൈവം ഏതൊക്കെ അധികാരങ്ങൾ കൊടുത്തിയാണോ പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, ആ അധികാരങ്ങളെല്ലാം പൗരോഹിത്യത്തിന് നൽകിയിട്ടാണ് ക്രിസ്തു പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയത്. ആ അധികാരം ഉപയോഗിച്ച് പാപികളായ നമുക്ക് പാപമോചനം ലഭിക്കുവാൻ തക്കവണ്ണം സത്യകുമ്പസാരത്തിലൂടെ നമുക്ക് സാധ്യമാകും. അപ്രകാരം വിശുദ്ധ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും വിശുദ്ധിയുടെ പടവുകളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. അവസാനമായി സഭയുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സുവിശേഷ ഘോഷണം. കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും. പ്രസംഗിക്കേണ്ടതിന് അയക്കുക, സുവിശേഷ ഘോഷണം. ഈ സുവിശേഷ ഘോഷണം എന്ന് പറയുമ്പോൾ പ്രസംഗങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു സുവിശേഷമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെ ഒരു സുവിശേഷമാണ്. പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? പഴയതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംഭവമാണ് പുതിയ വാർത്ത എന്ന് പറയുന്നത്. പഴയതെന്താണ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെ ഓരോന്നിനും പകരം കൊടുക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് പുതിയ വാർത്ത വന്നു പറഞ്ഞു, നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന വിധത്തിൽ
ആയിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ സംസാരവും പ്രഭാഷണവും അവൻ്റെ പ്രവർത്തനങ്ങളും. 2, ദൈവ ആരാധന. അപ്പോൾ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും, തന്നോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം യേശുക്രിസ്തു പകൽ രാവ് മുതൽ സന്ധ്യ വരെ ജനത്തോട് സംസാരിക്കുകയും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കേൾക്കുകയും പരിഹരിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അവൻ സന്ധ്യയാകുമ്പോൾ തനിയെ മലയിലേക്ക് കയറിപ്പോകും. ശിഷ്യന്മാരെ പറഞ്ഞ് അക്കരയ്ക്ക് വിടും, വീട്ടിലേക്ക് വിടും. അവൻ തനിയെ മലയിൽ കയറി പോകുന്നത് എന്തിനായിരുന്നു? പിതാവുമായുള്ള ഒരു സംസർഗം. അതായത് തന്നെ അയച്ച പിതാവുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. നമുക്കും നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥന ജീവിതം ഉള്ളവരായി തീരണം. ദൈവത്തെ ആരാധിക്കുന്നവരായി നാം തീരണം. 3-ാമതായി സത്യവിശ്വാസം പ്രചരിപ്പിക്കുക സഭയുടെ വലിയൊരു ദൗത്യമാണ്. സത്യവിശ്വാസം എന്താണ് എന്ന് സഭാമക്കളെ പഠിപ്പിക്കേണ്ട കടമ സഭയുടേതാണ്. കൃപാമാർഗങ്ങളായ കൂദാശകൾ അനുഷ്ഠിക്കുക. നമുക്കറിയാം മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപാമാർഗങ്ങളായി നമ്മുടെ കർത്താവ് കൽപ്പിച്ച് നിശ്ചയിച്ചിരിക്കുന്ന അപ്രത്യക്ഷ കൃപകളെ പ്രാപിപ്പാൻ തക്കവണ്ണം പ്രത്യക്ഷ കർമ്മമാർഗങ്ങളാകുന്ന 7 കൂദാശകൾ: വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോൻ, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, വിശുദ്ധ വിവാഹം, വിശുദ്ധ പട്ടത്വം, രോഗികളുടെ തൈലാഭിഷേകം. ഇങ്ങനെ 7 കൂദാശകൾ ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കുവാനുള്ള കൃപാമാർഗങ്ങളാണ്. ആ ശുശ്രൂഷകൾ ഏറെ ഭംഗിയായി ആത്മാനിറവോടെ അനുഷ്ഠിക്കുക. അടുത്തതായി ദാനധർമ്മങ്ങൾ ചെയ്യുക. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തൊക്കെയും എനിക്കാകുന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ഉടുപ്പിച്ചു എന്നുള്ള ആ മനോഹര ശബ്ദം അന്ത്യ നാളിൽ കേൾക്കുവാൻ ഇടയാകേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് മുന്നേറാം. ദാനധർമ്മങ്ങളുടെ ഭാഗമായിട്ട് മിഷണറി പ്രവർത്തനം, ലിറ്റർജിക്കൽ, ഡോക്ടറിനൽ, പാസ്റ്ററൽ എന്നിങ്ങനെ വിവിധ തലങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരവരുടെ അഭിരുചി അനുസരിച്ചുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഇത്രയും നേരം സഭയെക്കുറിച്ച് പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം സഭയെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ സഭ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ സംരക്ഷണം എന്താണ്, ഇതൊക്കെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത സൺഡേ സ്കൂൾ പ്രസ്ഥാനം MJSSA മണ്ടാട് ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ പ്രവർത്തകരോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാണ്.